ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മ്യൂസിയം ആൻഡ് ആർക്കൈവ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്ന ചരിത്ര സെമിനാർ സമാപിച്ചു. സമാപന സമ്മേളനം ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം ചെയ്തു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ ക്യൂസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമ്പൂതിരീസ് B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹരിനാരായണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ മുരളി ഹരിതം, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, പ്രൊഫസർ VK ലക്ഷ്മണൻ നായർ, PK ഭരതൻ മാസ്റ്റർ, ഡോക്ടർ K രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ആർക്കേസ് ഡിജിറ്റലൈസേഷൻ ഹെഡ് പ്രഫുല്ലചന്ദ്രൻ സ്വാഗതവും ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KG അജയ് കുമാർ നന്ദിയും പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്ര സമ്പത്തും അധികാര തർക്കങ്ങളും എന്ന വിഷയത്തിൽ ശ്യാമ B മേനോൻ പ്രബന്ധം അവതരിപ്പിച്ചു. ഡോക്ടർ രാധാ മുരളീധരൻ മോഡറേറ്ററായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വം ആയുർവേദ ഗ്രാമം ഡയറക്ടർ ഡോക്ടർ കേസരി മേനോൻ, KKTM കോളേജ് പ്രൊഫസർ ഡോക്ടർ രമണി, ക്രൈസ്റ്റ് കോളേജ് പ്രൊഫസർ ഡോക്ടർ അമൃത KA, സെന്റ് ജോസഫ് കോളേജ് പ്രൊഫസർ സുമിന എന്നിവർ അനുബന്ധ ചർച്ചയിൽ പങ്കെടുത്തു. ചരിത്ര ക്യൂസ് മത്സരത്തിൽ ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ കോളേജിലെ ലക്ഷ്മി NB, നിമിഷ TS എന്നിവർ ഒന്നാം സ്ഥാനത്തിന് അർഹരായി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ആദിലക്ഷ്മി CG, ജാനിഷ NA, കൊടുങ്ങല്ലൂർ KKTM കോളേജിലെ ശ്രീരാഗ് MR, സ്റ്റെനിയ UK എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. ഈ ചടങ്ങ് ഏറ്റവും സുന്ദരമാകട്ടെ. ഒരു വർഷങ്ങളിലും ഇത് ഇരിങ്ങാലക്കുടയുടെ ചരിത്ര പഠനത്തോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ഇരിങ്ങാലക്കുടയുമായി ചേർന്നുകൊണ്ട് കിടക്കുന്ന പ്രദേശങ്ങളുടെ ഒരു ചരിത്ര പഠനമായും എന്തിനൊരു പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ ഒരു തലസ്ഥാനം എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഒരു ചരിത്ര പഠനമായും മുന്നോട്ട് പോകാനായിട്ട് ഇടവരട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. നമ്മളുടെ താളിയോല ഗ്രന്ഥശേഖരം മനോഹരമായിട്ട് നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് അതിൻ്റെ അനുരണങ്ങൾ ഉണ്ടാക്കുവാനും കുട്ടികൾ നമ്മളുടെ ഇന്നലകളെ ഇതിലൂടെയൊക്കെ തിരിച്ചറിയാനും അതിലൂടെ അവരുടെ നന്മയുടെ പാതയിലേക്ക് കൂടുതൽ വളർന്നു വരുവാനും ഇടവരുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന കൂടൽമാണിക്യ ദേവസ്വം അതിൻ്റെ അധികാരികളെയും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചു.